ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. റോഡിന്റെ പണി ഉടനെ പൂർത്തിയാക്കിയില്ലെങ്കിൽ പ്രദേശവാസികളെയും കൂട്ടി നഗരസഭയിൽ എത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി വാർഡ് കൗൺസിലർ അനിത. റോഡിന്റെ പണി ഉടനെ പൂർത്തീകരിച്ചില്ലെങ്കിൽ പ്രദേശവാസികളെയും കൂട്ടി നഗരസഭയിൽ എത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി വാർഡ് കൗൺസിലർ അനിത. ഒറ്റപ്പാലം നഗരസഭയിലെ മണ്ണാംപൂശാരി റോഡ് നവീകരണത്തിൽ ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും കാണിക്കുന്ന അനാസ്ഥ തുറന്നു പറയുകയാണ് കൗൺസിലർ. ഒരു മാസക്കാലമായി നവീകരണത്തിന്റെ പേരും പറഞ്ഞ റോഡ് മുഴുവൻ കുത്തിപ്പൊളിച്ച് മെറ്റൽ നിരത്തിയിട്ട് ബൈക്കുകൾ സ്ഥിരമായി സ്കിഡായി അപകടം ഉണ്ടാവുകയും പ്രായമായവരടക്കം കാൽനട യാത്രക്കിടെ വീഴുന്നതും പതിവായി സംഭവിക്കുകയാണെന്നും പരാതികൾ കേട്ടുകേട്ട് മടുത്തതായും കൗൺസിലർ അനിത പറഞ്ഞു. ഒരുപാട് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട് ഈ അടുത്തായിട്ട്. 14 ദിവസത്തോളം ഈ മെറ്റലുകൾ കൊണ്ടുവന്നിട്ടിട്ട് ഒരുപാട് വണ്ടികൾ സ്കിഡായി വീഴലും വണ്ടി ടയർ പഞ്ചറാവലും ഇത് നിരന്തരം പരാതിയായിട്ട് വരലായി. എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ AXIനെ ബന്ധപ്പെട്ട് AXIയോട് വിവരം പറഞ്ഞ ആൾ വന്നപ്പോഴാണ് അറിയുന്നത് മെഷർമെൻറ്റ് മൊത്തം ഫ്ലോപ്പാണ്. വീണ്ടും മെഷർമെൻ്റ് എടുത്ത് ശരിയാക്കാൻ വേണ്ടി JCB വെച്ചത്. അപ്പോൾ ഇന്നലെ 2 ദിവസമായിട്ട് വീണ്ടും JCB വെച്ച് കിളച്ച് മാന്തി വീണ്ടും മെറ്റലും അതുപോലെ തന്നെ ബാക്കി സാമഗ്രികളൊക്കെ ഇട്ട് സെറ്റാക്കിക്കൊണ്ട് എന്തിനാണ് ജനങ്ങൾ ഇത്ര ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കറിയില്ല. ഒരു വർക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഓവർസിയർ അല്ലെങ്കിൽ ME AXI എന്നുള്ളവർ കറക്റ്റായിട്ടുള്ള നിർദ്ദേശം ആ കോൺട്രാക്ടർക്ക് കൊടുത്ത് നല്ല രീതിയിൽ ആ പ്രവൃത്തി തീർപ്പാക്കിയണമെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് ഇത്രയും ഒരു എന്താ പറയേണ്ടത് എനിക്കല്ലോ, ഭയങ്കര വേദന തോന്നുന്നുണ്ട്. കാരണം അത്രയും ജനങ്ങൾ വീണു. ഓരോ പ്രായമുള്ളവർ അമ്പലത്തിൽ പോയാൽ പോലും സമാധാനമില്ലാത്ത രീതിയിലാണ് ഒരു പ്രായമുള്ളവർ വീഴുന്നു. കുറേ ആളുകൾ വീണിട്ട് നിരന്തരം മെസ്സേജും അതുപോലെ തന്നെ വോയിസ് മെസ്സേജായിട്ട് വിളിയായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ജനങ്ങളോട് എനിക്ക് പറയേണ്ടതെന്ന് തന്നെ അറിയില്ല. ജനങ്ങളെ ഇത്തരത്തിൽ ദുരിതത്തിലാഴ്ത്തുന്നത് എന്തിനെന്നും MLA സ്ഥലം സന്ദർശിച്ച പ്രദേശവാസികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെന്നും കൗൺസിലർ പറഞ്ഞു. പൂരം അടുത്ത സമയത്തിൽ ഇങ്ങനെ അനാസ്ഥ കാണിച്ചാൽ പ്രദേശവാസികളെയും കൂട്ടി നഗരസഭയിലേക്ക് എത്തേണ്ടി വരുമെന്നും കൗൺസിലർ മുന്നറിയിപ്പ് നൽകി. എന്തായാലും അടിയന്തരമായിട്ട് തന്നെ ഇതിൽ ഇടപെട്ടുകൊണ്ട് പറ്റുമെങ്കിൽ MLA ഒന്ന് നേരിട്ട് വന്ന് സ്ഥലം കാണണം. അവിടുത്തെ ജനങ്ങൾ പറയുന്ന പരാതി ഒന്ന് കേൾക്കണം. നിങ്ങൾ കാത് കൊടുത്ത് ഇങ്ങനെ നിരന്തരം ഓരോ പരാതിയും പരിഭവങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾക്ക് എങ്ങനെയാണ്? ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ പൂരം തുടങ്ങിയാണ്. പൂരം 19-ാം തീയതി മുളയിടാണ്. പൂരം മുളയിട്ട് കഴിഞ്ഞാൽ ഇതാവില്ല അവിടുത്തെ അവസ്ഥ. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യും, ആ പരിസരത്തെ എല്ലാ ജനങ്ങളെയും കൂട്ടി നഗരസഭയിൽ വന്ന് ഞാൻ ഇരിക്കേണ്ടി വരും. അല്ലാതെ വേറൊരു മാർഗ്ഗവും ഞാൻ കാണുന്നില്ല എൻ്റെ മുൻപിൽ. എന്തായാലും ഒറ്റ കാര്യം എനിക്ക് പറയാം, അടിയന്തരമായി നടപടി ഉണ്ടാവണം. റോഡ് വർക്ക് പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.